بسم الله الرحمن الرحيم. واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا واذكر في الكتاب إدريس إنه كان صديقا نبيا ورفعناه مكانا عليا أولئك الذين أنعم الله عليهم من النبيين من ذرية آدم وممن حملنا مع نوح ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 977 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് മറിയമിലെ 54 മുതൽ 58 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا واذكر في الكتاب إدريس إنه كان صديقا نبيا ورفعناه مكانا عليا أولئك الذين أنعم الله عليهم من النبيين من ذرية آدم وممن حملنا مع نوح ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا. صدق الله العلي العظيم. സൂറത്ത് മറിയമിലെ 54 മുതൽ 58 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ഭാഗത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ചും അതിനെ തുടർന്ന് മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ചുമൊക്കെ വിശദമായി പ്രതിപാദിക്കുകയുണ്ടായി. ശ്രദ്ധേയരായ പ്രവാചകന്മാരായിരുന്നു ഇവരൊക്കെ തന്നെ. അല്ലാഹു വളരെ പ്രാധാന്യമുള്ള ഉത്തരവാദിത്വവും ദൗത്യവും ഒക്കെ ഏൽപ്പിച്ച പ്രവാചകന്മാരായിരുന്നു ഇബ്രാഹിം അലൈഹി ഇസ്ലാമും മൂസ അലൈഹി ഇസ്ലാമും. ഇരുവരും നബിമാർ എന്ന പോലെ തന്നെ പ്രത്യേകമായ ചുമതലയും ദൗത്യവും ഒക്കെ വഹിപ്പിക്കപ്പെട്ടിരുന്ന റസൂലുമാരും ആയിരുന്നു എന്നതാണ് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. മൂസ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണം എളുപ്പമാക്കുന്നതിനും അദ്ദേഹം ആവശ്യപ്പെട്ട വിധത്തിൽ തന്നെ ഒരു സഹായമാകുന്നതിന് വേണ്ടി
ഒരു സഹായമാകുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമിനെ കൂടി നബിയായിട്ട് നിയോഗിച്ച് അയക്കുകയുണ്ടായത്. ഈ കാര്യങ്ങൾ അനുസ്മരിച്ചതിന് ശേഷം അല്ലാഹു ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഈ വേദഗ്രന്ഥത്തിൽ അനുസ്മരിക്കണം എന്നാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ഭാഗത്തിന്റെ തുടക്കത്തിൽ പറയുന്നത്. അപ്പോ ഈ സൂറത്തില് തുടരെയായിട്ട് അതിന്റെ തുടക്കം മുതല് പ്രവാചകന്മാരുടെ വളരെ വിശേഷപ്പെട്ട ദൗത്യ നിർവഹണത്തെ പരാമർശിച്ചുകൊണ്ടും അവർ നടത്തിയ ഹൃദയവായ്പോട് കൂടിയുള്ള പ്രാർത്ഥനകളും അതിന് അള്ളാഹു നൽകിയിട്ടുള്ള ജവാബും ഒക്കെ പരാമർശിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ സൂറത്തിന്റെ അവതരണത്തിന് ഒരുപക്ഷെ കളമൊരുങ്ങുന്ന വിധത്തില് അറേബ്യയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും നിർവഹിച്ചുകൊണ്ടിരുന്ന ആ പ്രബോധന ദൗത്യം എത്തി നിന്നിരുന്ന ആ പ്രത്യേകമായ സാഹചര്യം ഒരു കാരണമായിട്ടുണ്ടായിരുന്നു എന്നത് നമ്മൾ നേരത്തെ കാണുകയുണ്ടായി. വിശേഷിച്ച് 101 പേരടങ്ങിയ ഒരു സംഘം എത്യോപ്യയിലേക്ക് പലായനം ചെയ്ത് നജാഷി രാജാവിന്റെ അടുക്കലെത്തി തങ്ങളുടെ നിലപാടുകളും ആശയാദർശങ്ങളും ഒക്കെ എന്താണ് എന്നത് വെളിപ്പെടുത്തേണ്ടി വന്ന ആ ഘട്ടത്തില് മറിയം റളിയല്ലാഹു അൻഹയും ഈസാ അലൈഹി ഇസ്ലാമും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളും ആ ക്രൈസ്തവ സമൂഹത്തെ കേൾപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ആയാത്തുകളെ ആയിട്ട് നമുക്കിതിന്റെ തുടക്ക ഭാഗം മനസ്സിലാക്കാൻ സാധിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് മക്കയിലെ സത്യനിഷേധികൾ, വിശേഷിച്ച് ഖുറൈശി പ്രമുഖന്മാര് സത്യവിശ്വാസ മാർഗം സ്വീകരിച്ച ആളുകളോട് ചെയ്തുകൊണ്ടിരുന്ന ദ്രോഹങ്ങളെ കൃത്യമായിട്ട് അവരെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും അതുപോലെ മൂസ അലൈഹിസ്സലാമിനെയും ഒക്കെ ഇവിടെ പരാമർശിക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് പ്രവാചക പരമ്പരയിലെ വേറെ ചിലരെ കൂടി പരാമർശിക്കുകയാണ് അള്ളാഹു ഇവിടെ. വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ, ഈ വേദഗ്രന്ഥത്തില് പ്രവാചകരെ താങ്കൾ ഇസ്മായിലിനെയും അനുസ്മരിക്കുക. ഈ വേദഗ്രന്ഥത്തിൽ പരാമർശം അർഹിക്കുന്ന പ്രമുഖനായ ഒരു വ്യക്തിയാണ് ഇസ്മായിൽ അലൈഹിസ്സലാം എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇന്നഹു കാന സ്വാദിഖൽ വഅദ്, അദ്ദേഹം വാഗ്ദാനം സത്യസന്ധമായി പുലർത്തുന്നവനായിരുന്നു. വാഗ്ദാനം സത്യസന്ധമായി പുലർത്തുന്നവൻ എന്ന ഒരു വിശേഷണമാണ് ഇസ്മായിൽ അലൈഹിസ്സലാമിന് അള്ളാഹുവിടെ നൽകുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തില്, സത്യ പ്രബോധന മാർഗത്തില് സ്വയം ത്യജിക്കാൻ ഏറ്റവുമേറെ ത്യാഗങ്ങൾ വ്യക്തിപരമായി ഏറ്റുവാങ്ങാൻ സന്നദ്ധത കാണിച്ച ഒരു വ്യക്തിയായിരുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാമിനുണ്ടായ സ്വപ്ന ദർശനവും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം തന്റെ പുത്രൻ ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം തനിക്ക് ഉണ്ടായ കുഞ്ഞ് ഇസ്മായിൽ അലൈഹിസ്സലാമിന് അള്ളാഹുവിന് ബലി നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുണ്ടായ ദൈവിക നിർദ്ദേശം, അത് സ്വപ്ന രൂപത്തിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന് ലഭിക്കുകയുണ്ടായത്. ആ നിർദ്ദേശം പാലിക്കുന്നതിന് ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്നദ്ധത ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചറിഞ്ഞ ഘട്ടം ഖുർആൻ വിവരിക്കുന്നുണ്ട്. ഇഫ്അൽ മാ തുഅ്മർ എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പായോട് എന്നെ സഹനമുള്ളവരുടെ കൂട്ടത്തിൽ താങ്കൾക്ക് കാണാൻ കഴിയും, ദൈവിക നിർദ്ദേശം താങ്കൾക്ക് ലഭിച്ചത് പ്രകാരം ചെയ്തു കൊള്ളുക എന്ന് സ്വയം സന്നദ്ധനായിക്കൊണ്ട് പറയുകയാണ് ഇസ്മായിൽ അലൈഹിസ്സലാം ചെയ്യുന്നത്. വാപ്പാക്ക് കൊടുത്ത ആ വാഗ്ദാനം യാതൊരു വിധത്തിലുള്ള
ചാഞ്ചല്യവുമില്ലാതെ തന്നെ നിറവേറ്റുന്നതിൽ ഇസ്മായിൽ അലൈഹിസ്സലാം 100% വിജയിച്ചു എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഒരു വസ്തുത. ആ ഇളം പ്രായത്തിൽ തന്നെ സ്വന്തം ജീവൻ അള്ളാഹുവിന്റെ മാർഗത്തില് അള്ളാഹുവിന്റെ നിർദ്ദേശം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം അത് നടപ്പിലാക്കുന്നതിന് സന്നദ്ധത കാണിച്ചുകൊണ്ട് നിലകൊണ്ട അർപ്പണബോധത്തിന്റെയും ത്യാഗസന്നദ്ധതയുടെയും നിസ്തുലമായ മാതൃകയാണ് ഇസ്മായിൽ അലൈഹിസ്സലാം കാഴ്ചവെക്കുകയുണ്ടായത്. അള്ളാഹുവിനോട് ചെയ്ത വാഴ്തും വാപ്പായോട് ചെയ്ത വാഴ്തും ഒക്കെ സത്യസന്ധമായി പുലർത്തുന്നതില് ഇസ്മായിൽ അലൈഹിസ്സലാമിന് യാതൊരു ചാഞ്ചല്യവും അനുഭവപ്പെടുകയുണ്ടായിട്ടില്ല. പിന്നീട് മക്കയിൽ രൂപപ്പെട്ടു വന്ന ഒരു സമൂഹത്തിന്റെ വളരെ ദീർഘകാലം നീണ്ടുനിന്ന ഒരു സാംസ്കാരികമായ വിശ്വാസപരമായ നൈരന്തര്യത്തിന്റെ അടിത്തറ പാകുന്നത് ഇസ്മായിൽ അലൈഹിസ്സലാമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം പത്നി ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും മക്കയിൽ കൊണ്ടുപോയി ആക്കുന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. അവിടുന്ന് അങ്ങോട്ട് ആ മുന്നേറ്റം നടത്തുന്നത് അവിടെ ഒരു സംസ്കൃതിയും ഒരു നാഗരികതയും നേതൃത്വത്തിലാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു കുടുംബം എന്നുള്ള നിലക്കാണ് വളർച്ച പ്രാപിക്കുന്നത്. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ഒരു കൈവഴിയായിട്ട് അത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കുടുംബം അവിടെ വളർന്ന് വലിയൊരു സമൂഹമായി മാറുകയാണ് ഏതാനും നൂറ്റാണ്ടുകൾക്ക് ഉള്ളിലായിട്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനായിട്ട് രംഗത്ത് വരുന്ന ആ കാലമാകുമ്പോഴേക്ക് ഏതാനും 1000 വർഷങ്ങള് പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു സമൂഹം ഇസ്മായിലി പാരമ്പര്യത്തില് അവിടെ വളർന്നു വന്നിട്ട് ഉണ്ടായിരുന്നു. അറിയപ്പെടുന്ന ഒരു നാഗരികത അവിടെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ നാഗരികത അതിന്റെ ഏറ്റവും ക്ഷയോന്മുഖമായ ഒരവസ്ഥയിൽ എത്തിയ ഘട്ടത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവനായി അള്ളാഹുവിന്റെ ദൗത്യം നിർവഹിക്കുന്ന അന്ത്യപ്രവാചകനായിട്ട് രംഗത്ത് വരുന്നത്. അപ്പോ ഈ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ചരിത്ര ദൗത്യത്തെ അനുസ്മരിക്കാനാണ് അള്ളാഹുവിടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അള്ളാഹുവിന്റെ ഈ ഗ്രന്ഥത്തില് ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പോകാൻ പാടില്ല. ഹജ്ജും ഉംറയും അതുപോലെ ഇസ്ലാമിലെ വളരെ പ്രാധാന്യമുള്ള പല സംഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഓർത്തേ പറ്റൂ. ഇസ്ര ഇസ്മായിലും മഖാമ് ഇബ്രാഹിമും ഒക്കെ തന്നെ ഹജ്ജിന്റെയും ഉംറയുടെയും ഒക്കെ സന്ദർഭങ്ങളിൽ ഒരാളും വിസ്മൃതിക്ക് വിട്ടുകൊടുക്കാതെ ശ്രദ്ധയിൽ തന്നെ കൊണ്ടു നടക്കുന്ന കാര്യമായിരിക്കും. അപ്പോ ചരിത്രപരമായും വിശ്വാസപരമായും ഒരു ആദർശ സമൂഹം എന്നുള്ള നിലക്കൊക്കെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു പൊസിഷനിലാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ആദ്യ സന്താനം ഇസ്മായിൽ അലൈഹി ഇസ്ലാം നിലകൊള്ളുന്നത്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിന്റെ ബാല്യത്തെയും അദ്ദേഹം പിതാവ് ഒന്നിച്ച് നിർവഹിച്ച ചരിത്ര ദൗത്യം കഅബ എന്ന ചിരപുരാതനമായ ഭവനം ബൈത്തുൽ അഅ്തീഖ് അതിന്റെ പുനരുദ്ധാരണവും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി ഭൂമുഖത്ത് ആദ്യമായി പണിയപ്പെട്ട ആ മന്ദിരം അവിടെ പുനർനിർമ്മിച്ച് തയ്യാറാക്കി ഉംറ ചെയ്യുന്നവർക്കും ഹജ്ജ് ചെയ്യുന്നവർക്കും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സന്ദർശകരായി എത്തുന്ന മുഴുവൻ ആളുകൾക്കുമായി ഒരുക്കി വെക്കാനുള്ള അള്ളാഹുവിന്റെ നിർദ്ദേശം അതേപടി നടപ്പിലാക്കിക്കൊണ്ട് ഒരു വലിയ സാംസ്കാരിക നാഗരിക സമൂഹത്തിന്റെ ഒരു കേന്ദ്രമായിട്ട് തന്നെ അതിനെ
മാറ്റിയെടുത്തത് ഇസ്മായിൽ അലൈഹിസ്ലാമിന്റെ കൂടി ശ്രമഫലമായിട്ടാണ്. ഈ ഇസ്മായിൽ അലൈഹിസ്ലാമിനെ നിങ്ങൾ ഈ വേദഗ്രന്ഥത്തിൽ അനുസ്മരിക്കണം എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഇന്നഹു കാന സ്വാദിഖൽ വഅദ്, കരാറ് പാലിക്കുന്നതിന് ഏറ്റവും ഏറെ സത്യസന്ധതയും പ്രതിബദ്ധതയും കാണിക്കാൻ സന്നദ്ധനായ ആളായിരുന്നു അദ്ദേഹം. വകാന റസൂലൻ നബിയ്യ, അദ്ദേഹം നബി എന്ന പോലെ തന്നെ റസൂലുമായിരുന്നു എന്നാണ് അള്ളാഹുവിടെ എടുത്തു പറയുന്നത്. മൂന്നാളുകളുടെ കാര്യത്തിൽ ഇവിടെ ഈ പരാമർശം നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഇപ്പോ ഇവിടെ ഇസ്മായിൽ അലൈഹിസ്സലാം. ശ്രദ്ധേയമായ ഔന്നത്യമുള്ള പദവി അലങ്കരിച്ചിരുന്ന പ്രവാചകൻ എന്നുള്ള നിലക്ക് വളരെ വ്യതിരിക്തതയുള്ള ഉത്തരവാദിത്വം ചുമലേറ്റിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ്യ. മൂന്ന് കാര്യങ്ങള് അദ്ദേഹത്തെ വിശിഷ്ടനാക്കുന്നത് ഇവിടെ പ്രത്യേകം എടുത്തു പറയുകയാണ്. അദ്ദേഹം തന്റെ കുടുംബത്തിനോട് നമസ്കാരം നിർവഹിക്കാൻ കൽപ്പിക്കുമായിരുന്നു. തന്റെ അഹ്ലിനോട്, മക്കയില് ആദ്യകാലത്ത് അധിവസിക്കാൻ എത്തുകയുണ്ടായത് ഇസ്മായിൽ അലൈഹിസ്ലാമും ഉമ്മയുമാണ്. അവരുടെ സന്താന പരമ്പരയാണ് പിന്നീട് അവിടെ വലിയൊരു സമൂഹമായിട്ട് മാറുന്നത്. ഒരുപക്ഷെ വേറെയും കുടുംബങ്ങളൊക്കെ അവിടെ പിന്നീട് എത്തിച്ചേർന്നിട്ടുണ്ടാകും. അത് പക്ഷെ ഒരൊറ്റ കുടുംബം പോലെ ഇബ്രാഹിമി മില്ലത്തില് നിലകൊള്ളുന്ന ആ ഒരു കുടുംബം, ആ കുടുംബത്തിന്റെ കുലപതിയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്ലാം. അതിന്റെ തൊട്ടുടനെ വന്ന അനന്തരവനാണ് ഇസ്മായിൽ അലൈഹിസ്ലാം. ആ ഒരൊറ്റ കുടുംബമായി ആ ആദർശ സമൂഹത്തെ കൊണ്ടു നടന്ന, അവർക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഇസ്മായിൽ അലൈഹിസ്ലാം. തന്റെ കുടുംബത്തോട് അള്ളാഹുവിന് സർവ്വവിധത്തിലുമുള്ള വിധേയത്വം കാണിക്കുന്ന വിധത്തിലുള്ള സ്വലാത്ത് നിർവഹിക്കാൻ, നമസ്കാരം നിർവഹിക്കാൻ തന്റെ കുടുംബത്തോട് കൽപ്പിക്കുമായിരുന്നു അദ്ദേഹം. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഒരു പ്രവാചകൻ എന്നുള്ള നിലക്കും ഒരു കുടുംബത്തിന്റെ മേധാവി എന്നുള്ള നിലക്കും ഒക്കെ നിർവഹിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർക്കിടയിൽ നമസ്കാരത്തെ ഒരു വ്യവസ്ഥയായി അദ്ദേഹം ചിട്ടപ്പെടുത്തി നടപ്പിലാക്കി എന്ന കാര്യം. സക്കാത്ത്, അതുപോലെ സക്കാത്തും അദ്ദേഹം നടപ്പിലാക്കുകയുണ്ടായിട്ടുണ്ട്. തന്റെ കുടുംബത്തിനിടയിൽ അവരോട് സക്കാത്ത് നൽകാൻ കൽപ്പിക്കുമായിരുന്നു. കൽപ്പിക്കുന്നത് ഒരു നേതാവ് എന്നുള്ള നിലക്ക് അനുസരിക്കപ്പെടാൻ അവർക്ക് ബാധ്യതയുള്ള ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടാണ്. ഒരു ഭരണാധികാരി നിർദ്ദേശിക്കുന്ന വിധത്തില്, ചുമത്തുന്ന ടാക്സ് പോലെയുള്ള വിധത്തില് ഇസ്മായിൽ അലൈഹിസ്ലാം ഒരു സാമൂഹ്യ വ്യവസ്ഥയായിട്ട് സക്കാത്തിനെ നടപ്പിലാക്കിയുണ്ടായതാണ്. വഖാന ഇൻദ റബ്ബിഹി മർദിയ്യ. മൂന്നാമതൊരു കാര്യം ഇവിടെ പറയുന്നത് അദ്ദേഹം തന്റെ റബ്ബിന്റെ അടുക്കല് വളരെ സംപ്രീതനായിരുന്നു എന്നാണ്. അള്ളാഹുവിന്റെ തൃപ്തി നേടിയവനാണ് അദ്ദേഹം. അള്ളാഹുവിന്റെ റിള ഏറ്റുവാങ്ങാൻ കഴിഞ്ഞ, അള്ളാഹുവിന്റെ അടുക്കല് തൃപ്തി നേടാൻ കഴിഞ്ഞവനാണ് അദ്ദേഹം. അപ്പോ സ്വലാത്ത് കൽപ്പിച്ചു, സക്കാത്ത് നിർവഹിക്കാൻ ജനങ്ങളോട്, തന്റെ മുഖ്യമായിട്ടും തന്റെ കുടുംബം അടങ്ങിയിട്ടുള്ള ആ സമൂഹത്തോട് നിർദ്ദേശിച്ചു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ചരിത്രത്തിലെ ശ്രദ്ധേയനായ പ്രവാചകൻ, റസൂലും നബിയും റസൂലുമായ പ്രവാചകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ അനുസ്മരിക്കാനാണ് അള്ളാഹുവിടെ ആവശ്യപ്പെടുന്നത്. അതിനെ തുടർന്ന് അള്ളാഹു പറയുന്നത് വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ, ഈ വേദഗ്രന്ഥത്തില് നിങ്ങൾ ഇദ്രീസിനെയും അനുസ്മരിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. ഇദ്രീസ് അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഒരു പ്രവാചകനായിരുന്നു. വ്യത്യസ്തമായ രണ്ട് വീക്ഷണങ്ങള് ഇദ്രീസ് അലൈഹിസ്സലാമിനെ കുറിച്ച് പണ്ഡിത ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം ബനു ഇസ്രായേൽ സമൂഹത്തിലെ ഏതോ ഘട്ടത്തിൽ വന്ന ഒരു പ്രവാചകനായിരുന്നു എന്നതാണ്. മറ്റൊന്ന്, നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്തിന് മുമ്പ് ആദം അലൈഹിസ്സലാമിന്റെ കാലത്തിനും നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്തിനും ഇടക്ക് മനുഷ്യരാശിയെ സത്യമാർഗത്തിലേക്ക് തിരികെ നടത്താൻ
അവര് ഏറെ സത്യത്തിൽ നിന്ന് അകന്നു പോയൊരു ഘട്ടത്തില് അവരെ സത്യമാർഗത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു ഇദ്രീസ് അലൈഹിസ്സലാം എന്നതാണ്. രണ്ട് വീക്ഷണങ്ങളാണ്. ഭൂരിഭാഗവും അംഗീകരിക്കുന്ന വീക്ഷണം അദ്ദേഹം നൂഹ് അലൈഹിസ്സലാമിന് മുമ്പ് ജീവിച്ച ആദം അലൈഹിസ്സലാമിന്റെ കാലശേഷം നൂഹ് അലൈഹിസ്സലാമിന്റെ കാലം ആഗതമാവുന്നതിന് മുമ്പ് ഒരു ഘട്ടത്തിൽ ജീവിച്ച പ്രവാചകനായിരുന്നു എന്നതാണ്. ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് വന്ന പ്രവാചകനായിരുന്നു എന്ന നിരീക്ഷണം, എന്ന അഭിപ്രായം ദുർബലമായ ഒരു അഭിപ്രായമാണ്. പക്ഷെ അത് ഇസ്ലാമിക ലോകത്ത് ചിലരൊക്കെ ആ അഭിപ്രായം പങ്കുവെക്കുന്നുണ്ട് എന്നതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. അപ്പോ ഇദ്രീസ് അലൈഹിസ്സലാമും ശ്രദ്ധേയനായ പ്രവാചകനായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ പരിമിതമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇദ്രീസ് അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്നുമായിട്ട് ലഭിക്കുന്നത്. ക്രൈസ്തവ ബൈബിൾ സ്രോതസ്സുകളിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ പരാമർശിക്കപ്പെടുന്നത്. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 365 വർഷങ്ങളാണ് ജീവിക്കുകയുണ്ടായത് എന്നതാണ്. മറ്റൊന്ന്, അദ്ദേഹത്തെ ദൈവം അങ്ങ് ഏറ്റെടുത്തു, അദ്ദേഹം അപ്രത്യക്ഷനായി എന്ന വിധത്തില് ബൈബിളിൽ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹം ഭൂമിയിലെ വാസം അവസാനിപ്പിച്ചതിനെ കുറിച്ചൊരു പരാമർശം. അള്ളാഹു അദ്ദേഹത്തെ ഏറ്റെടുത്തു എന്ന് പറയുന്ന, അദ്ദേഹത്തെ മരിപ്പിച്ചു, അദ്ദേഹത്തെ ഭൂമുഖത്തുനിന്ന് അപ്രത്യക്ഷമായി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ അതിന്റെ സ്വാഭാവികതയിൽ മനസ്സിലാക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ക്രൈസ്തവ ലോകത്ത് കൂടുതൽ പ്രചാരം സിദ്ധിച്ച ഒരു നിലപാട്, ഇദ്രീസ് അലൈഹിസ്സലാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു, അതിന് അശ്വമേധങ്ങള് അതുപോലെ അഗ്നി കൊണ്ടുള്ള ഒരു അകമ്പടിയുള്ള വിധത്തിലൊക്കെ അദ്ദേഹം ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്നൊക്കെയുള്ള ഒരു കഥ ഈ ബൈബിൾ പശ്ചാത്തലത്തില് ക്രൈസ്തവ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാമിക ലോകത്തേക്കും ഒരു അടിത്തറയും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇത് എങ്കിൽ പോലും അത് പ്രചരിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ലോകത്തും അത് അങ്ങനെ മനസ്സിലാക്കപ്പെടുന്നുണ്ട്. തൽമൂദ് പ്രകാരം തൽമൂദിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കപ്പെടുന്നത് ഒരു ചുഴലിക്കാറ്റില് ആഗ്നേയരഥത്തോടും അതുപോലെ അശ്വങ്ങളോടും ഒപ്പം ആകാശത്തേക്ക് അദ്ദേഹം കയറിപ്പോയി എന്നൊക്കെയാണ്. അത് എത്രത്തോളം അതിന്റെ വിശ്വാസ്യത നിലനിൽക്കുന്നുണ്ട് എന്നത് സംശയകരമാണ്. എന്തായാലും ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളില് അദ്ദേഹത്തിന്റെ മരണത്തിൽ അങ്ങനെ അസ്വാഭാവികത ഉള്ള യാതൊന്നും പരാമർശിക്കപ്പെടുന്നു കാണുന്നില്ല. ബൈബിളിലെ ഇത്തരം അല്ലെങ്കിൽ ബൈബിളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ തൽമൂദിന്റെ സ്രോതസ്സുകളിലൊക്കെ ഉള്ള ചില പരാമർശങ്ങളാണ് ഇങ്ങനെ ഉള്ള ചില ധാരണകളിലേക്ക് ആളുകളെ എത്തിച്ചിട്ടുള്ളത്. അത് ശരിയായിക്കൊള്ളണമെന്നില്ല, അത് ഉൾക്കൊള്ളേണ്ട അനിവാര്യമായ ഒരു കാര്യമായിരുന്നെങ്കിൽ ഖുർആനിൽ അത് പരാമർശിക്കപ്പെടാൻ സാധ്യത കൂടുതലായിട്ടും ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു സംഗതി ആ വിധത്തിലാണ് എന്ന് നമ്മളാരും തർപ്പിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോ ഇദ്രീസ് അലൈഹിസ്സലാം ആദം അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലം ആവുന്നതിന് മുമ്പായിട്ട് ജനങ്ങള് സത്യമാർഗത്തിൽ നിന്ന് തെന്നിമാറി അകന്നു പോയപ്പോ അവരെ സത്യമാർഗത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം അള്ളാഹുവിടെ തുടർന്ന് വിവരിക്കുന്ന ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ എന്നാണ്. അദ്ദേഹം സത്യവാനായിരുന്നു, സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ആദർശ പ്രതിബദ്ധതയുള്ള യുക്തിബോധവും സ്വബോധവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് സത്യത്തിനു വേണ്ടി വളരെ ധീരമായി നിലകൊള്ളാൻ സന്നദ്ധനായ സിദ്ദീഖ് ആയിരുന്നു അദ്ദേഹം എന്നതാണ്. യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടൊക്കെ ബോധ്യപ്പെട്ട ഒരു സംഗതിക്ക് വേണ്ടി ധീരമായി
അതിന് പിൻബലം നൽകിക്കൊണ്ട് നിലകൊള്ളുന്ന, ആരുടെ മുന്നിലും അത് ധീരമായി വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിക്കുന്ന ഒരാളാണ് സിദ്ദീഖ് എന്ന് പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അസിദ്ദീഖ് എന്ന പേര് വരുന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹം സംശയിക്കുകയും അദ്ദേഹത്തെ തള്ളിക്കളയുകയോ ഒക്കെ ചെയ്ത ഘട്ടത്തിൽ തനിക്ക് ബോധ്യപ്പെട്ട ഒരു സത്യം എന്താണ് എന്നത് ഇത് സംബന്ധമായി വിളിച്ചു പറയുകയും അക്കാര്യത്തില് ധീരമായ നിശ്ചയദാർഢ്യം കാണിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കുകയും ചെയ്ത ഒരാളായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നതുകൊണ്ടാണ് വിശേഷിച്ച് ഇസ്രാഉം മിഅ്റാജും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വീകരിച്ച നിലപാട്, അതാണ് അദ്ദേഹത്തിന് സിദ്ദീഖുൽ അക്ബർ എന്ന ആ അപരനാമം നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്ന കാര്യം എന്നത് നമുക്കറിയാവുന്നതാണ്. ഇവിടെ സമാനമായ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളൊക്കെ ഇദ്രീസ് അലൈഹിസ്ലാമിന്റെ ജീവിതത്തിലും ഉണ്ടായി കാണണം. അതാണ് ഈ പേര് അദ്ദേഹത്തിന് അള്ളാഹു പരാമർശിച്ചുകൊണ്ട് ഇവിടെ പ്രയോഗിക്കുന്നത്. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, സത്യത്തിനോട് ഏറെ പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് നിലകൊണ്ട പ്രവാചകനായിരുന്നു അദ്ദേഹം, നബിയായിരുന്നു. വറഫഅനാഹു മകാനൻ അലിയ്യ, അദ്ദേഹത്തിന് നാം ഉന്നതമായ പദവിയിലേക്ക് അദ്ദേഹത്തെ നാം ഉയർത്തുകയുണ്ടായി എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വറഫഅനാഹു മകാനൻ അലിയ്യ, വളരെ ഉന്നതമായ ഒരു മക്കാനിലേക്ക്, ഒരു പദവിയിലേക്ക് നാം അദ്ദേഹത്തെ ഉയർത്തുകയുണ്ടായി. ഈ ആയത്തിനെ ഒരു വേണ്ടത്ര ഒരു കരുതലോ സൂക്ഷ്മതയോ ഇല്ലാത്ത വിധത്തില് വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു എന്ന ഈ ബൈബിൾ പശ്ചാത്തലത്തിലുള്ള ചില ധാരണകളെ ഇസ്ലാമിക സമൂഹം പലപ്പോഴും ആ നിലക്ക് പരാമർശിച്ചുകൊണ്ട് പറയാറുള്ളത്. അത് പക്ഷേ ഒരു തെറ്റായ വായനയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക്, ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഇദ്രീസ് അലൈഹിസ്ലാമിന് അള്ളാഹു നൽകിയ മഹത്തരമായ ഉന്നതമായ പദവിയെ ആണ് ഈ ആയത്ത് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. അതിന്റെ പദങ്ങളുടെ സൂചനയൊക്കെ അങ്ങനെയാണ് എന്ന് കാണാൻ കഴിയും. റഫഅനാഹു മകാനൻ അലിയ്യ, ഒരു ഉയർന്ന സ്ഥലത്തേക്ക് അദ്ദേഹത്തെ കയറ്റി വെച്ചു എന്നതല്ല, അദ്ദേഹത്തിന് ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് മനുഷ്യ സമൂഹത്തിലെ നേതൃപരമായ പല കാര്യങ്ങളും നിർവഹിച്ച ഒരു വ്യക്തി എന്നൊക്കെയുള്ള നിലക്ക് ഉന്നതമായ ഒരു പദവി നാം നൽകുകയുണ്ടായി എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഉലൈകല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, ഈ സംഭാഷണം അല്ലാഹുവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനെ സംഗ്രഹിച്ചുകൊണ്ട് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന ഒരു കാര്യമാണ് തുടർന്നുള്ള ഈ ആയത്തിൽ വരുന്നത്. ഉലൈകല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഈ പരാമർശിക്കപ്പെട്ടവരൊക്കെയും തന്നെ. ഉലൈക, ഈ പറയപ്പെട്ടവര്, അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അള്ളാഹുവിന്റെ നിഅമത്തുകള് വർഷിക്കപ്പെട്ട ആളുകളാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങള് ഏറ്റുവാങ്ങിയ ആളുകളാണ് ഇവരൊക്കെയും തന്നെ. മിനൻ നബിയ്യീൻ, നബിമാരിൽപ്പെട്ട ആളുകള്, നബിമാരിൽപ്പെട്ട അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ സൗഭാഗ്യം സിദ്ധിച്ച വിശിഷ്ടമായ നിഅമത്തുകൾ ഏറ്റുവാങ്ങിയ ആളുകളാണ് ഈ പരാമർശിക്കപ്പെട്ടവരൊക്കെയും. ഈ സൂറത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ ആയിട്ട് ധാരാളം പ്രവാചകന്മാരെ പരാമർശിക്കപ്പെടുകയുണ്ടായി. സക്കരിയ അലൈഹിസ്സലാം, പുത്രൻ യഹ്യ അലൈഹിസ്സലാം, പിന്നെ മറിയം റളിയല്ലാഹു അൻഹയുടെ പുത്രൻ ഈസ അലൈഹിസ്സലാം, പിന്നീട് ഇബ്രാഹിം അലൈഹിസ്സലാം, അതുപോലെ മൂസ അലൈഹിസ്സലാം, ഹാറൂൻ അലൈഹിസ്സലാം, ഇപ്പോ ഇദ്രീസ് അലൈഹിസ്സലാം. ഇവരെയൊക്കെ ഇതിനകം ഈ സൂറത്തിൽ പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞു. ഇവരെ പൊതുവായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഉലൈകല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ, ഇവരൊക്കെയും തന്നെ അള്ളാഹുവിന്റെ വിശിഷ്ടമായ നിഅമത്തുകൾ ഏറ്റുവാങ്ങിയ നബിമാരായിരുന്നു എന്നാണ് പറയുന്നത്. അവര് 3 വിഭാഗങ്ങളായിട്ടാണ് അള്ളാഹുവിടെ പരാമർശിക്കുന്നത്. മിൻ ദുരിയത്തി ആദം, ആദമിന്റെ സന്താന പരമ്പരയിലുള്ളവർ.
വമിമ്മൻ ഹമൽന മഴ നൂഹിൻ, നൂഹിനോടൊപ്പം നാം ചുമന്നു കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽപ്പെട്ടവർ. വമിൻ ദുരിയത്തി ഇബ്രാഹിമ വ ഇസ്രായേൽ, ഇബ്രാഹിമിന്റെയും ഇസ്രായേലിന്റെയും സന്താന പരമ്പരയിൽപ്പെട്ടവർ. വമിമ്മൻ ഹദൈന വജ്തബൈന, നാം പ്രത്യേകമായി മാർഗദർശനം നൽകുകയും തെരഞ്ഞെടുക്കുകയും ചെയ്തവരിൽപ്പെട്ടവർ. അവരൊക്കെയും തന്നെ ഇദാ തുത്ല അലൈഹിം ആയാത്തുർ റഹ്മാൻ, കാരുണ്യവാനായ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ, ആയാത്തുകൾ അവർക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടാൽ അവരൊക്കെയും തന്നെ ഖറൂ സുജ്ജദൻ വ ബുക്കിയ, അവര് കണ്ണീര് പൊഴിച്ചുകൊണ്ട് കരയുന്നവരായിക്കൊണ്ട് സാഷ്ടാംഗത്തിൽ വീഴുന്നു. ഇതാണ് അവരുടെ പ്രത്യേകത. സുജൂദ് തിലാവത്ത് ആവശ്യമായ ആയത്തുകളിൽപ്പെട്ടതാണ്. നമ്മുടെ പഠനം ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഉളു ഉള്ള അവസ്ഥയിൽ ഈ സുജൂദ് നിർവഹിക്കുന്നത് നല്ലതാണ്. ഈ തിലാവത്തിന്റെ സുജൂദിന് ഉളു നിർബന്ധമുള്ള കാര്യമല്ല എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അപ്പോ ഉലായിക്കല്ലദീന അൻഅമല്ലാഹു അലൈഹിം, ഈ പേരുകളൊക്കെ പരാമർശിച്ചതിന് ശേഷം അള്ളാഹു പറയുന്നത് ഇവരെയൊക്കെയും തന്നെ അള്ളാഹു അനുഗ്രഹിച്ച, അള്ളാഹുവിന്റെ നിഅമത്തുകള് വർഷിക്കപ്പെട്ട നബിമാരിൽപ്പെട്ട ആളുകളായിരുന്നു മിനൻ നബിയീൻ, ഇവരൊക്കെയും തന്നെ എന്നാണ് പറയുന്നത്. അവര് 3-4 വിഭാഗങ്ങളില് ഇവിടെ അള്ളാഹു അവരെ കാണിക്കുന്നുണ്ട്, ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ പറയുന്ന ഒരു കാര്യം, ഇവരുടെ ഒക്കെ പൊതുവായ സ്വഭാവം, ഇവരെ അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിച്ചതാണ്, അവരെ അള്ളാഹു തെരഞ്ഞെടുത്തതാണ്, ഒരു ദൗത്യം നിർവഹിക്കുന്നതിനായിട്ട് അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകളാണത്. ഇനി ഇവരുടെ പൊതു നിലപാട്, അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തം ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, അള്ളാഹുവിന്റെ ഒരു ആയത്ത് അവരെ കേൾപ്പിക്കപ്പെട്ടാൽ ഖറൂ സുജ്ജദം വ ബുക്കിയ, അവർ തിരിച്ചറിഞ്ഞ ആ ഹക്കിന്റെ കാരണത്താൽ അവരിലെ സത്യബോധം കാരണമായി അവരുടെ ബാഷ്പഗണങ്ങൾ പൊഴിച്ചുകൊണ്ട് സുജൂദില് വീഴുന്നവരായിരുന്നു അവരൊക്കെയും തന്നെ. അള്ളാഹുവിന്റെ ആയാത്തുകൾ തിരിച്ചറിയുമ്പോൾ അള്ളാഹുവിനെ വകവെക്കുന്ന, അള്ളാഹുവിന് വിധേയപ്പെടുന്ന ഓരോരുത്തരും എടുക്കുന്ന നിലപാടാണ് ഈ കരഞ്ഞുകൊണ്ട് ഹൃദയങ്ങൾക്ക് ആർദ്രത ഉള്ള വിധത്തില് അള്ളാഹുവിന്റെ മുന്നില് സാഷ്ടാംഗം നമിക്കുന്നവരായി മാറുക എന്നത് പ്രവാചകന്മാരുടെ മാതൃകയാണ്. ഇവിടെ പരാമർശിക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരും തന്നെയും അള്ളാഹുവിന്റെ അവരുടെ കണ്ണുകളെയും കാതുകളെയും ഹൃദയത്തെയും മസ്തിഷ്കത്തെയും ഒക്കെ നിറയ്ക്കുന്ന, സത്യബോധം കൊണ്ട് ആവരണം ചെയ്യുന്ന അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തം അവർക്ക് കേൾക്കാനിടയായാൽ അവര് അള്ളാഹുവിന്റെ മുന്നില് കരയുന്നവരായിക്കൊണ്ട് സാഷ്ടാംഗത്തിൽ വീഴുന്നു എന്നതാണ് അവരുടെ പ്രത്യേകത. അതൊരു വലിയ തിരിച്ചറിവാണ്, വലിയൊരു ബോധ്യത്തിന്റെ കാരണത്താലുള്ള പ്രതികരണമാണ്. അള്ളാഹുവിന്റെ അസംഖ്യം ആയാത്തുകളെ നിത്യവും ദർശിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളുടെ മനസ്സുകൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെടുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തെയും അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട്, അള്ളാഹുവിനെ ബോധ്യപ്പെട്ടുകൊണ്ട്, ആ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു കരച്ചില്, ഒരു തേങ്ങല് ഹൃദയത്തില് ഉള്ള വിധത്തില് അവന്റെ മുന്നിൽ സുജൂദ് നിർവഹിക്കുന്നു എന്നത് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അത് ഏത് ഘട്ടത്തിലും അള്ളാഹുവിനെ ബോധ്യപ്പെടുന്ന ഒരായത്ത് എപ്പോ നമ്മുടെ ശ്രദ്ധയിൽ വന്നാലും നമുക്ക് ഈ ഒരു ബന്ധം അള്ളാഹുവുമായിട്ടുണ്ടാവണം. അള്ളാഹുവിന്റെ ആയത്ത് നമ്മൾക്ക് ബോധ്യപ്പെടുമ്പോ നമ്മൾ ആ അള്ളാഹുവിനെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പരസ്യമായിട്ട് യാതൊരു സങ്കോചവും ഇല്ലാതെ വെളിപ്പെടുത്തിക്കൊണ്ട് പറയലാണ് യഥാർത്ഥത്തിൽ ഈ സുജൂദ് എന്ന് പറയുന്നത്. സൂര്യനെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നു, ചന്ദ്രനെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായി ബോധ്യപ്പെടുന്നു. ജീവിതത്തില് ചരിത്രപരമായും സാമൂഹ്യമായും ഒക്കെയുള്ള പല പ്രതിഭാസങ്ങളും അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളും ഇടപെടലുകളും ഒക്കെയായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നു. ഈ തിരിച്ചറിവ് നമുക്ക് അള്ളാഹുവിന് വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട്
അവന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഒരു മനസ്സുള്ളവരാക്കി നമ്മളെ മാറ്റും. നമ്മളെ മനസ്സിനെ ഏറ്റവും ഏറെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള സംഭവങ്ങളോ പ്രതിഭാസങ്ങളോ ഒക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ട ഒരു പ്രതികരണമാണ് ഈ സുജൂദ്. അതിന് ഒളു എടുത്തു വരാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മള് വേറെ എന്തെങ്കിലും മുന്നൊരുക്കങ്ങൾ ഉണ്ടാവേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് ഒരു നിലപാടാണ്, ഒരു വിധേയത്വം പ്രഖ്യാപിക്കലാണ്, ഒരു വണങ്ങി കൊടുക്കലാണ്. അള്ളാഹുവെ, ഞാൻ നിന്റെ അടിമയാണ്, നീ എന്റെ റബ്ബാണ് എന്ന് ഏറ്റുപറയലാണ്. ഇതാണ് നമുക്കിവിടെ പ്രവാചകന്മാരുടെ മാതൃകയിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ, പ്രവാചകന്മാരുടെ കൂട്ടത്തില് അള്ളാഹുവിന്റെ നിഅമത്തുകൾ ഏറ്റുവാങ്ങിയ ആളുകളാണ് ഇവരൊക്കെയും തന്നെ. അവര് മിൻ ദുരിയത്തി ആദം, ആദമിന്റെ സന്താന പരമ്പരയിൽ സന്തതികളിൽ നിന്നുള്ളവര് ഉണ്ട്. എല്ലാവരും തന്നെ ആദമിന്റെ സന്തതികളാണ്. പക്ഷെ തിരിച്ചു പറയാൻ കഴിയില്ലല്ലോ. ഉദാഹരണത്തിന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ സന്തതികളാണ് അദ്ദേഹത്തിന്റെ മുമ്പുള്ളവർ എന്ന് പറയാൻ വയ്യ. അതുപോലെ മൂസ അലൈഹി ഇസ്ലാമിന്റെ സന്തതികളാണ് അദ്ദേഹത്തിന്റെ മുമ്പുണ്ടായിരുന്നവര് എന്ന് പറയാൻ വയ്യ. എല്ലാവരും ആദം അലൈഹി ഇസ്ലാമിന്റെ സന്തതികളാണ്. അപ്പോ ഇവിടെ ചില പ്രവാചകന്മാരുടെ പേര് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് ആദം അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളിൽപ്പെട്ടവർ, അവരുടെ പിന്മുറക്ക ആ പരമ്പരയിൽപ്പെട്ടവര്. വമിമ്മൻ ഹമൽന മഅ നൂഹിൻ എന്നതാണ് മറ്റൊരു പ്രയോഗം. നൂഹിനോടൊപ്പം നാം വഹിച്ചുകൊണ്ട് വന്നവരുടെ പിന്മുറക്കാർ. നൂഹിനോടൊപ്പം നാം വഹിച്ചുകൊണ്ട് വന്നവരുടെ പിന്മുറക്കാർ എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ പ്രവാചകന്മാർ വരുന്നുണ്ട്. ധാരാളം പ്രവാചകന്മാർ ഇവിടെ തന്നെ പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞു. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആ പരമ്പരയിൽ വരുന്നതാണ്. പിന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിലാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാമും ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമും ഒക്കെ വരുന്നത്. പിന്നീട് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിലാണ് നമ്മൾ ബനു ഇസ്രായേൽ സമൂഹത്തിൽ വന്ന പ്രവാചകന്മാരെയൊക്കെ കാണുന്നത്. അപ്പോ അള്ളാഹുവിടെ ചില പ്രവാചകന്മാരെ പരാമർശിച്ചുകൊണ്ട് അവരുടെ സന്താന പരമ്പരയിൽ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കൂടെ നാം ചുമന്നവരുടെ കൂട്ടത്തിലുള്ളവർ എന്ന് പറയുമ്പോൾ പ്രളയത്തെ അതിജീവിക്കാൻ വേണ്ടി നൂഹ് അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയ നിർദ്ദേശം കപ്പലുണ്ടാക്കുക എന്നുള്ളത്. ആ കപ്പലിൽ അള്ളാഹു വഹിച്ച ചുമന്ന് രക്ഷപ്പെടുത്തിയ ആളുകളുടെ പിന്മുറക്കാരാണ് പിന്നെ ഭൂമുഖത്ത് അധിവസിക്കുകയുണ്ടായ മനുഷ്യരൊക്കെയും തന്നെ. അപ്പൊ ആ കപ്പലിൽ അള്ളാഹു രക്ഷപ്പെടുത്തിയ ആളുകളിൽ അവരുടെ ബീജങ്ങളിൽ പിറന്ന മക്കള് പിന്നീട് പലരും പ്രവാചകന്മാരായിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഇവരെ പരാമർശിച്ചുകൊണ്ടാണ്, ആ കപ്പലിൽ അവരെ വഹിച്ചിട്ടുണ്ടായിരുന്നു എന്നാണല്ലോ ഇവിടെ സൂചിപ്പിക്കുന്നത്. കപ്പലിൽ രക്ഷപ്പെട്ട മനുഷ്യര് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കൂടെ നിലക്കൊണ്ട ആളുകള്, അവരുടെ ബീജങ്ങളിൽ പിറന്നവരാണ് പിന്നീട് വന്ന പ്രവാചകന്മാരൊക്കെ. അപ്പോ ആ കപ്പലിൽ അവരെയും വഹിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് സൂചന. അവരുടെ ബീജങ്ങള്, അവരുടെ പ്രപിതാക്കന്മാര് ആ കപ്പലിൽ ഉണ്ടായിരുന്നു. അവരുടെ മക്കള്, മക്കളുടെ മക്കള്, മക്കളുടെ മക്കളായിട്ട് വന്ന തലമുറകളിൽ അള്ളാഹു അനുഗ്രഹിച്ച മാർഗദർശനം ചെയ്ത പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. വമിൻ ദുരിയത്തി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മക്കളിൽപ്പെട്ടവര് നമ്മൾ മനസ്സിലാക്കി. ഇസ്മായിൽ അലൈഹി ഇസ്ലാമും ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമും ഒക്കെ പ്രവാചകന്മാർ. പിന്നീട് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ സന്തതി പരമ്പരകളില് ധാരാളം പ്രവാചകന്മാർ വന്നു. പലരെയും നമ്മളിവിടെ പരാമർശിച്ചു. അതുപോലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പുത്രനായിരുന്നു ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം. ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ മകൻ യാഖൂബ് അലൈഹി ഇസ്ലാമിന്റെ മറ്റൊരു പേരായിരുന്നു ഇസ്രായേൽ. ഇസ്രായേൽ അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ വന്നവരുമായ പ്രവാചകന്മാർ. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതില് നമ്മൾ ഇവിടെ പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഇദ്രീസ് അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു സംശയം അടങ്ങിയിട്ടുള്ളത്. വമിൻ ദുരിയത്തി ആദം എന്നിവിടെ സൂചിപ്പിച്ച ഒരു പ്രയോഗത്തില് യഥാർത്ഥത്തിൽ
ബാക്കിയുള്ളവരൊക്കെ അതിനെ തുടർന്ന് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ പിന്മുറക്കാര്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിന്മുറക്കാര്, അതുപോലെ ഇസ്രായേൽ അലൈഹി ഇസ്ലാമിന്റെ പിന്മുറക്കാര് എന്ന വിധത്തിൽ കാണാൻ കഴിയുന്ന പ്രവാചകന്മാരാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടവരൊക്കെ തന്നെ. എന്നാൽ ആദം അലൈഹി ഇസ്ലാമിന്റെ സന്തതികളിൽ എന്ന് പറയാവുന്ന വിധത്തില് ഒരേ ഒരു പ്രവാചകനാണ് ഇവിടെ പരാമർശം നടന്നിട്ടുള്ളത്. അത് ഇദ്രീസ് അലൈഹി ഇസ്ലാമാണ്. ഇദ്രീസ് അലൈഹി ഇസ്ലാമിനെ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ മുമ്പ് വന്ന ഒരു പ്രവാചകൻ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കണില്ലെങ്കിൽ പിന്നെ ഇവിടെ ആദം അലൈഹി ഇസ്ലാമിന്റെ സന്തതികളിൽപ്പെട്ട എന്ന് പറഞ്ഞത് അർത്ഥരഹിതമായിട്ട് മാറും. കാരണം പിന്നെ നൂഹ് അലൈഹി ഇസ്ലാമിനെയും ബാക്കിയുള്ളവരെയൊക്കെ പിന്നീട് പരാമർശിക്കുന്നതോടുകൂടി ആദം അലൈഹി ഇസ്ലാമിന്റെ മക്കളുടെ പിന്മുറക്കാരെന്നുള്ള നിലക്ക് പറയുമ്പോൾ അത് കൃത്യമായിട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതായിട്ട് വരികയില്ല. അതുകൊണ്ട് കൂടിയാണ് പ്രമുഖരായ പല മുഫസ്സിറുകളും ഇദ്രീസ് അലൈഹി ഇസ്ലാമിനെ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ മുമ്പ് ആദം അലൈഹി ഇസ്ലാമിന്റെ ആ വംശപരമ്പരയിൽ വന്ന ഒരു പ്രവാചകനായിട്ട് പരിഗണിക്കുന്നത്. അപ്പൊ ഇവരൊക്കെയും തന്നെ അള്ളാഹുവിന്റെ വിശിഷ്ടമായ അനുഗ്രഹങ്ങൾ ലഭിച്ചവരും അള്ളാഹു തെരഞ്ഞെടുത്തവരും ഒക്കെ ആയ ആളുകളായിരുന്നു. അവരുടെ പൊതു നിലപാട് അള്ളാഹുവിന്റെ പ്രതിഭാസങ്ങളായ ആയാത്തുകൾ അവരെ കണ്ണു തുറപ്പിക്കുമ്പോഴൊക്കെ അവർ അള്ളാഹുവിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് സുജൂദ് നിർവഹിക്കുന്നവരായിരുന്നു എന്നതാണ്. ഇതാണ് പ്രവാചകന്മാരുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കർമ്മ മാതൃക. അള്ളാഹുവിന്റെ ഒരായത്തിനെയും അവര് അവഗണിക്കുമായിരുന്നില്ല. പ്രപഞ്ചത്തിലെ അസംഖ്യം ആയാത്തുകളും അള്ളാഹുവിന്റെ കിതാബില് അവരെ കേൾപ്പിക്കപ്പെടുന്ന ആയാത്തുകളും ഒക്കെയും തന്നെ അവര് വളരെ ശ്രദ്ധാപൂർവം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവരുടെ നിലപാടുകൾ രൂപപ്പെടുത്തിയിരുന്നത്. അവരുടെ നിലപാട് കരച്ചിലോടുകൂടി തേങ്ങലോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യുക എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് വളരെ സംക്ഷിപ്തമായിട്ട് മാത്രം പരാമർശിക്കുകയാണ്. ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ മറ്റൊരു ഡയറക്ഷനിലാണ് കാര്യങ്ങൾ എൻ്റെ ഈ ചർച്ച മുന്നോട്ട് പോകുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു പ്രവാചകന്മാരുടെ ഒരു ശൃംഖല തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതിന് ശേഷം, അവരെ പരാമർശിച്ചതിന് ശേഷം അവരൊക്കെയും പൊതുവായി പറയാവുന്ന വിധത്തിൽ അള്ളാഹു തെരഞ്ഞെടുത്ത അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയ പ്രവാചകന്മാരിൽ പെട്ടവരാണ് ഇവരൊക്കെയും തന്നെ. അവരൊക്കെയും തന്നെ അള്ളാഹുവിന്റെ ആയാത്തുകളോട് എടുത്തിരുന്ന നിലപാട്, അള്ളാഹുവിന്റെ ആയാത്തുകൾ അവർക്ക് ഓതിക്കേൽപ്പിക്കപ്പെടുമ്പോൾ അവര് ഹറു സുജ്ജദം വബുഖിയ എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അവര് സുജൂദില് വീഴുകയായിരുന്നു കരഞ്ഞുകൊണ്ട്. അത് ഒരു തിരിച്ചറിവിന്റെ കരച്ചിലാണ്. ഹക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലുള്ള കരച്ചിലാണ്, അല്ലാതെ വിലപിച്ചുകൊണ്ടുള്ള കരച്ചിലല്ല, ദുഃഖിച്ചുകൊണ്ടോ വേദന കാണിച്ചുകൊണ്ടോ ഉള്ള കരച്ചിലല്ല. നമ്മളെ മനസ്സിനെ മതിച്ചു കളയുന്ന വിധത്തിലുള്ള ഒരു സത്യം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ കണ്ണീര് വരും. സമീപകാലത്ത് ഈ റമദാനിൽ പോലും ചിലയിടങ്ങളില് ചില ആളുകള് ഇസ്ലാമിന്റെ സത്യം കണ്ടെത്തി ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ നേർക്കാഴ്ചകളെ രേഖപ്പെടുത്തുന്ന ചില വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സത്യം പുൽകാൻ, സത്യത്തിനെ എംബ്രേസ് ചെയ്യാൻ അവർക്ക് മനസ്സ് പാകപ്പെട്ട ആ സന്ദർഭത്തില് അവരുടെ മുഖഭാവം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. അവർ കരയുകയായിരുന്നു, അവർ കണ്ണീര് പൊഴിക്കുകയാണ്. അവർ അള്ളാഹുവിന്റെ മുന്നിൽ ശിരസ് കീഴ്പ്പെടുത്തി വെക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഹക്ക് ബോധ്യപ്പെട്ടതിന്റെ മനസ്സിൽ തട്ടിക്കൊണ്ടുള്ള ഒരു പ്രതികരണം. ഈ പ്രതികരണം നിർവഹിച്ചവരായിരുന്നു പ്രവാചകന്മാര് ഒക്കെയും തന്നെ. അള്ളാഹുവിന്റെ ആയാത്തുകളാണ് അവരെ അതിന് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യം, മൂസാ നബി അള്ളാഹുവിന്റെ റസൂൽ ആയിരുന്നുവെന്ന് പറയപ്പെടുന്നുവെങ്കിലും അള്ളാഹു മുമ്പേ നിലവിലുള്ള വേദഗ്രന്ഥമായ ഖുർആൻ അദ്ദേഹത്തിന് ഇറക്കി കൊടുത്തില്ല. അത് സംശയാസ്പദമായതും
വിശദീകരണം അർഹിക്കുന്നതുമായ ഒരു കാര്യമല്ലേ എന്നാണ് ചോദ്യം. മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു നബിയും അതുപോലെ റസൂലും ഒക്കെ ആക്കിയിട്ടും ഈ ഖുർആൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് അവതരിപ്പിച്ചു കൊടുത്തില്ല എന്നതാണ് ചോദ്യം. ഖുർആൻ അള്ളാഹു നിശ്ചയിച്ചിരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ ഈ ഉലകം സൃഷ്ടിച്ച ഘട്ടത്തിൽ തന്നെ അള്ളാഹുവിന് ഇതൊക്കെ അറിയാം, അള്ളാഹു ഇതൊക്കെ രൂപപ്പെടുത്തിയിരുന്നു എന്നതിന്റെ അർത്ഥം അത് ആദ്യം വരുന്നവർക്ക് അത് ഇട്ടു കൊടുക്കുക എന്നുള്ളതല്ല. അള്ളാഹു എന്തിനാണ് അത് ഇറക്കിയിട്ടുള്ളത്? അല്ലെങ്കിൽ അള്ളാഹു ഖുർആൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നത് മുഹമ്മദ് നബി മുഖേന മനുഷ്യ സമൂഹം നാഗരികതയുടെ ഒരു പ്രത്യേക തലത്തിൽ എത്തിയ ഘട്ടത്തില് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയ സംഗതിയാണ് ഖുർആൻ. അതാണല്ലോ ചെയ്യേണ്ടത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് നൽകപ്പെടേണ്ടിയിരുന്നത് അവരുടെ കാലഘട്ടത്തിന് യോജിച്ച ചില സംഗതികളൊക്കെയാണ്. അത് അള്ളാഹു ഉദ്ദേശിച്ച ഒരു കാലം വരെ അതിന്റെ ഫലം ഉണ്ടാവും. അതിനു വേണ്ടിയാണ് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിന് തൗറാത്ത് ഇറക്കി കൊടുക്കുകയുണ്ടായത്. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അത് തന്നെയാണ് ശരി. അതിൽ സംശയാസ്പദമായിട്ട് എന്താണുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ ചോദ്യം ആദം അലൈഹി ഇസ്ലാമിന്റെ പേരുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടും പറയാം. ഖുർആൻ നേരത്തെ അള്ളാഹു ഉണ്ടാക്കിയിരുന്നല്ലോ, എന്നിട്ട് എന്തേ അത് ഖുർആൻ ആദമിന് അള്ളാഹു കൊടുത്തില്ല, ഇബ്രാഹിമിന് കൊടുത്തില്ല, ഇസ്മായിലിന് കൊടുത്തില്ല, ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന് കൊടുത്തില്ല എന്നൊക്കെ ചോദിക്കാം. അള്ളാഹ് നിശ്ചയിച്ചത് അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾ ഈ കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത്, 21-ാം നൂറ്റാണ്ടില്. നിങ്ങൾ എന്തുകൊണ്ട് ഒരു മനുഷ്യ ചരിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ അങ്ങ് സൃഷ്ടിച്ചു വിട്ടില്ല എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാമല്ലോ. അതേപോലുള്ള ഒരു ചോദ്യം മാത്രമാണത്. അപ്പൊ അത് അള്ളാന്റെ തീരുമാനമാണ്, അത്രയേ ഉള്ളൂ. അതിന്റെ ആവശ്യം ഉണ്ടായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനാണ് എന്നതാണ് നമ്മൾ അതിനുള്ള ന്യായമായിട്ട് നമുക്ക് കണ്ടെത്താനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നത്. മറ്റൊരു ചോദ്യം, കേരളീയ ക്രിസ്തീയ സമൂഹം മേരി എന്നതിന് പകരം കന്യാമറിയം എന്ന പദമാണല്ലോ ഉപയോഗിക്കുന്നത് എന്നതാണ്. കന്യാമറിയം എന്ന് പറയുന്ന ഒരു മറിയം അൽ ബത്തൂൽ എന്നൊക്കെയുള്ള നിലക്ക് പറയുന്നത് കന്യാമറിയം എന്ന ആ ഒരു രീതിയിലാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പറയുന്നത്. അവര് കന്യകയായ മറിയം അന്നൊരു ജോസഫിന് കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ചിരുന്ന പെണ്ണായിരുന്നു. അങ്ങനെ അവര് കല്യാണം കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കന്യകയായ മറിയമിൽ കർത്താവിന് ജനിച്ച പുത്രൻ എന്നുള്ള നിലക്കാണ് ഈസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയാറുള്ളത്. അപ്പൊ കന്യകത്വം അവർ അംഗീകരിക്കുന്നുണ്ട്. അതേസമയത്ത് ഈസ അലൈഹി ഇസ്ലാം കർത്താവിനാൽ ഗർഭം ധരിച്ച എന്ന് പറഞ്ഞാൽ മറിയമ്മിന് കർത്താവിനാൽ ഉണ്ടായ ഗർഭത്തിൽ രൂപപ്പെട്ട കുഞ്ഞാണ് ഈസ അലൈഹി ഇസ്ലാം. അതുകൊണ്ട് ഈസ അലൈഹി ഇസ്ലാം ദൈവപുത്രനാണ് എന്നൊക്കെയുള്ള വിധത്തിലാണ് അവര് പറയാറുള്ളത്. ഇത് അറബി ഒറിജിനൽ അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം. അറബി അല്ലല്ലോ, കന്യാമറിയം എന്നുള്ളത് മലയാളാണ്. അത് ആശയം ഈ മറിയം റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപപ്പെട്ട അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന ആശയത്തിൽ നിന്ന് മലയാള ക്രൈസ്തവ സമൂഹത്തിലേക്ക് കടന്നു വന്ന ഒരു ആശയമാണ്. ആ നിലക്കാണ് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. മറിയം റളിയല്ലാഹു അൻഹ കന്യക തന്നെയായിരുന്നു എന്നതാണ് ഖുർആൻ സ്ഥിരപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് ഈ ആശയം ഈ ക്രൈസ്തവ സമൂഹം കൊണ്ടു നടക്കുന്ന ഈ ആശയം മുസ്ലിങ്ങൾക്ക് യോജിപ്പുള്ളതല്ലേ എന്നൊക്കെ ആയിരിക്കണം അദ്ദേഹം ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇക്കാര്യത്തില് വിയോജിപ്പൊന്നുമില്ല. പക്ഷെ വിയോജിപ്പുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ വിശ്വാസത്തിലേക്ക് വരെ കടന്നു വന്നത് ഞാനിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ പലതും അവരുടെ വിശ്വാസത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അവര് ദിവ്യത്വത്തില് പങ്കാളിയാണ് മറിയം എന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ കന്യാമറിയത്തിനോട് പ്രാർത്ഥിക്കാം, അവരുത്തരം ചെയ്യും, സഹായം ചെയ്യും എന്നൊക്കെ വിശ്വസിക്കുന്നത്. അതുപോലെ അവരുടെ പുത്രൻ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ക്രൈസ്തവ സമൂഹത്തില് കടന്നു വന്നിട്ടുള്ള തെറ്റായ വിശ്വാസങ്ങളാണ് എന്നാണ് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.